ഏട്ടാ, നന്ദിനി എന്തൊരു കരച്ചിലായിരുന്നെന്നറിയോ? അവളുടെ കരച്ചില് കേട്ടിട്ട് ഞാൻ വല്ലാതായിപ്പോയി. ഏട്ടാ, ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കുറെ നേരമായല്ലോ നിങ്ങൾ രണ്ടുപേരും കൂടെ തുടങ്ങിയിട്ട്. അവള് കൈവച്ചതേ എന്റെ സ്വാതന്ത്ര്യത്തില. അതിന് നിങ്ങൾ രണ്ടുപേരും എന്താന്ന് പറയാത്തത്? ഭർത്താവിന്റെ മദ്യപാനം കൂടുമ്പോ ഭാര്യമാര് പ്രതികരിക്കില്ലേ? അതിന് എത്ര ഉദാഹരണം നമ്മുടെ നാട്ടിലുണ്ട്. ഭർത്താവിന്റെ കൈയും കാലും തല്ലി ഒടിച്ചവരുണ്ട്. ഭർത്താവിനെ വെട്ടിക്കൊന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നുപോയ സ്ത്രീകളുമുണ്ട്. ഓ, അപ്പൊ ഞാൻ സൂക്ഷിക്കണം അല്ലേ? എന്താ സൂര്യത്? നന്ദിനി അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അവൾ ഉദ്ദേശിച്ചത്? അവളൊരു പാവല്ലടാ. ഇത്രയൊക്കെ ദ്രോഹം നീ ചെയ്തിട്ടും ഒരു വാക്ക് അവൾ മിണ്ടിയിട്ടുണ്ടോ? പ്രതികരിച്ചിട്ടുണ്ടോ? ഏട്ടാ, ഏട്ടൻ ഈ വാശിയൊന്ന് വിട്. ഏട്ടൻ ഏട്ടന്റെ അമ്മയെ തോൽപ്പിക്കണം. അതിന് ഏട്ടൻ കണ്ടെത്തിയ മാർഗം മാത്രമാണ് അവള്. പക്ഷെ അതൊരു മനുഷ്യജീവിയാ. അതിന് ചിരിക്കാനും കരയാനും ഒക്കെ അറിയാം. അതെപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ ഏട്ടൻ? അവളെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് ഓർമ്മയുണ്ടോ? ഓ, നോ 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 നോ, നിങ്ങളുടെ അടുത്തിരുന്നാൽ ശരിയാവില്ല. എനിക്ക് പോണം. ഏട്ടാ, അതാ നല്ലത്. അവളെ എങ്ങനെയെങ്കിലും ഒന്ന് സമാധാനിപ്പിക്കും. ആ, ഒരു കാര്യം ചെയ്യ. അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊണ്ട് പോയ്ക്കോ. എന്നിട്ട് അതവൾക്ക് കൊടുക്ക്. കുറച്ചു നേരം അടുത്തിരുന്ന് പറഞ്ഞു പോയതിനൊക്കെ ഒരു സോറി പറഞ്ഞ അവിടെ തീരുവല്ല. ഏട്ടന് ഓർമ്മയുണ്ടോ, കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു ദിവസം വിവേകിന്റെ വീട്ടിൽ നിന്നത്? വിവേകിന്റെ അമ്മയ്ക്ക് എന്നെ തീരെ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്താലും അതിൽ കുറ്റം കണ്ടുപിടിക്കും. എനിക്ക് മുല്ലപ്പൂ വലിയ ഇഷ്ടാ. വിവേക് എന്ന് ഓഫീസിൽ നിന്ന് വരുമ്പോ എനിക്ക് 2 മുഴം മുല്ലപ്പൂ മേടിച്ചോണ്ട് വരും. എനിക്ക് പിറ്റേ ദിവസം അമ്പലത്തിൽ പോകാൻ. അമ്മയ്ക്ക് ഏറ്റവും ദേഷ്യവും അത് തന്നെയായിരുന്നു. പക്ഷേ ഞാൻ എന്റെ ഭർത്താവിനെ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്തത് അക്കാര്യത്തില്. അമ്മയ്ക്കത് ഇഷ്ടമല്ലെന്ന് കണ്ടപ്പോ വിവേക് അത് നിർത്തുകയല്ല ചെയ്തത്. എത്ര പാതിരാത്രിയിൽ കയറി വന്നാലും വിവേകിന്റെ കയ്യിൽ അതുണ്ടാവും. അപ്പോ ഭാര്യയ്ക്ക് മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല അല്ലേ? ഓക്കെ, വെയിറ്റ്. അപ്പോ ഞാനും മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുക്കാം. അത് കാണുമ്പോ എന്റെ അമ്മയ്ക്ക് ദേഷ്യം വരുമല്ലോ. അയ്യോ ഏട്ടാ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ബട്ട് ഐ ഫിക്സഡ് ദാറ്റ്. ഞാൻ മുല്ലപ്പൂ വാങ്ങുന്നു, നേരെ വീട്ടിലേക്ക് പോകുന്നു. താങ്ക്സ് ആരതി. മോനെ വരട്ടെ. അയ്യോ, നമ്മൾ പറഞ്ഞതെന്താ ഏട്ടൻ കേട്ടതെന്താ? എന്തായാലും ചെല്ലട്ടെ, പരസ്പരം സംസാരിച്ചു തീർക്കട്ടെ. നോക്കി ഒന്ന് നിന്നേ. എവിടേക്കാ? ഞങ്ങളെ കൊണ്ട് വിടണോ? എവിടേക്കാണെങ്കിലും കൊണ്ടുപോയി ആക്കാം കേട്ടോ. എന്താ ഒന്നും മിണ്ടാത്തെ? കൂടെ ആളില്ലെന്ന് മനസ്സിലായി. ഞങ്ങളോട് വരട്ടെ. വരട്ടെ ചേച്ചി, ഞങ്ങൾ വരികയാണേ.
ചേച്ചി എന്താ വെച്ചേ? അത് ഞാൻ എന്റെ നാട്ടിൽ പോകാൻ ഇറങ്ങിയതാ ചേച്ചി. എന്റെ ബാഗ് ആരോ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. അയ്യോ, ഏത് സാമദ്രോഹികളാ ഇതൊക്കെ ചെയ്യുന്നേ? കാശോ പൊന്നോ വല്ലോ ഉണ്ടായിരുന്നോ മോളെ? ഇല്ല, പക്ഷെ വണ്ടിക്കൂലിക്കുള്ള കാശുണ്ടായിരുന്നു. അത് അവന്മാര് അയ്യോ, എന്താ സാറേ? മുല്ലപ്പൂ ഉണ്ടോ? മുല്ലപ്പൂ